ഡോക്ടർ മോഹൻ വർഗീസ്, നമുക്ക് ഈ യുദ്ധം തുടങ്ങുന്ന സാഹചര്യം അല്ലെങ്കിൽ സമാന സാഹചര്യം തുടങ്ങുമ്പോൾ തന്നെ എണ്ണ വിപണി ആകെ ക്രൂഡ് ഓയിൽ വിലയൊക്കെ കുതിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. ഇതെങ്ങനെ ലോകരാജ്യങ്ങളെ ബാധിക്കും, ലോകത്തെ ആകെ സാമ്പത്തികാവസ്ഥയെ ബാധിക്കും? വീണ, ഇപ്പോഴും ലോകത്തിൻ്റെ പ്രധാന ഊർജ ഉപാധി ഹൈഡ്രോ കാർബണാണ്. ഒരുപക്ഷെ റിന്യൂവബിൾ എനർജി എന്ന രൂപത്തിൽ പല രീതിയിലുള്ള പുതിയ സങ്കേതങ്ങൾ വരുന്നു. ആണവ എനർജി ഉണ്ടാകുന്നു, അതുപോലെ പാരമ്പര്യേതര ഊർജ്ജോപാധികൾ വരുന്നു. പക്ഷേ എണ്ണ തന്നെയാണ് പ്രധാനപ്പെട്ട ഊർജ്ജ ഉപാധി. അങ്ങനെയെങ്കിൽ അതിൻ്റെ സിംഹഭാഗവും കടന്നു വരേണ്ടത് പശ്ചിമേഷ്യയിലെ ചില രാജ്യങ്ങളിൽ നിന്നാണ്. അതിൽ സൗദി അറേബ്യയ്ക്കും ഇറാനുമുള്ള സ്ഥാനം വളരെ വലുതാണ്. അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമുള്ള വലിയ എണ്ണ നിക്ഷേപത്തിൻ്റെ കാര്യം വിസ്മരിച്ചും കൂടാ. അപ്പം അങ്ങനെ വരുമ്പോൾ മധ്യ പൗരസ്ത്യ പ്രദേശത്ത് നിന്ന് 2 കടലുകളിലൂടെയാണ് എണ്ണ നീക്കം പ്രധാനമായി ഉണ്ടാകേണ്ടത്. അതിലൊന്ന് ഈ ഒമാൻ ഉൾക്കടൽ, അതായത് പേർഷ്യൻ ഗൾഫിൽ നിന്നും ഒമാൻ ഉൾക്കടലിലേക്ക് പ്രവേശിക്കുന്ന ഈ ഹോർമൂസ് കടലിടുക്ക് വഴി ആ പ്രദേശം നിയന്ത്രിക്കുന്നത് ഇറാനാണ്. ഇറാൻ്റെ നാവിക സാന്നിധ്യം അതിശക്തമാണ്. ആ പ്രദേശത്തെ ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണം അഴിച്ചുവിടുകയും അമേരിക്കൻ താല്പര്യമുള്ള വെസൽസിനെ, അല്ലെങ്കിൽ യൂറോപ്യൻ, അമേരിക്കൻ, ഇസ്രായേലി ഷിപ്സിന് വലിയ നാശനഷ്ടം വരുത്തുകയും ചെയ്താൽ ഒരു രീതിയിലുള്ള എണ്ണ വ്യാപാരവും ആ ഭാഗത്തുകൂടി കടന്നു പോവില്ല. എണ്ണ കപ്പലുകൾക്ക്, ഓയിൽ ടാങ്കേഴ്സിന് ആ ഭാഗം പേർഷ്യൻ ഗൾഫ് വിട്ട് അറബിക്കടലിലേക്ക് ഇറങ്ങാനാവാത്ത ഒരന്തരീക്ഷമുണ്ടാകും. അത് ലോകത്തിൻ്റെ ആകമാന എണ്ണ ഉത്പാദനത്തിൻ്റെ ഏതാണ്ട് 20% ആ ഭാഗത്തുകൂടിയാണ് കടന്നു പോകുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കടമ്പ എന്ന് പറയുന്നത് ഒരു റെഡ് സീ മേഖലയാണ്, ചെങ്കടൽ മേഖല. അത് അറബിക്കടലിൽ നിന്നും ബാബൽ മന്ദേബ് എന്ന് പറയുന്ന കടലിടുക്ക് കടന്ന് അവിടെ ഹൂതികൾ നിയന്ത്രിക്കുന്ന പ്രദേശമാണ്. അത് യമനുമായി ജിബൂട്ടിയുമായും എല്ലാം അടുപ്പമുള്ള ആ ഒരു പ്രദേശമാണ്. ഒരു കുപ്പിക്കടുത്ത് പോലെയുള്ള ബാബൽ മന്ദേബിൻ്റെ സുരക്ഷയും വളരെ പ്രധാനമാണ്. അവിടെ കൂടാണ് ലോക വ്യാപാരത്തിന്, ആകമാന എണ്ണ മാത്രമല്ല ആകമാന വ്യാപാരത്തിൻ്റെ ഏതാണ്ട് 20% കടന്നു പോകുന്നത് അതുവഴി കടന്ന് സൂയസ് കനാൽ കടന്ന് മധ്യധരണ്യാഴിയിലേക്ക്, അതായത് മെഡിറ്ററേനിയൻ കടലിലേക്ക് കടന്നുകൊണ്ടാണ് ദക്ഷിണ യൂറോപ്പിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും മറ്റ് അറ്റ്ലാന്റിക് ഓഷ്യനിലേക്കും എല്ലാം കടക്കുന്നത്. ഈ എണ്ണ വ്യാപാരം പൂർണ്ണമായി അട്ടിമറിക്കാൻ ഒരുപക്ഷെ ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്യുകയാണെങ്കിൽ സാധിക്കും. ഇത് അറബ് രാജ്യങ്ങൾ മാത്രമല്ല, എണ്ണ ഉത്പാദക രാജ്യങ്ങൾ മാത്രമല്ല, ചൈനയും ഇന്ത്യയും ഉൾപ്പെടെയുള്ള നെറ്റ് എണ്ണ ഉപഭോഗ രാജ്യങ്ങളും അതാഗ്രഹിക്കുന്നില്ല. അതുകൊണ്ടാണ് ഓയിൽ വിപണിയിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഭീതിതമായ രീതിയിൽ വരികയാണ്. $75 മാറുകയാണ്. യുദ്ധം തുടങ്ങുന്ന സമയത്ത്, അതിന് മുൻപ് $62 ഒരു വീപ്പയ്ക്ക് 142 ലിറ്റേഴ്സ് അടങ്ങുന്ന ഒരു ബാരൽ, അതിൻ്റെ വില ഭീതിതമായ രീതിയിൽ കൂടുകയാണ്. ആ ഒരു സാഹചര്യം പിടിവിട്ട് പോവുകയാണെങ്കിൽ ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുന്ന രീതിയിൽ വരും. ഇന്ത്യയെ പോലത്തെ രാജ്യങ്ങൾക്ക് വലിയ ഭീഷണി തന്നെയാണ്. നമ്മുടെ നാണ്യപ്പെരുപ്പം ഉയരുകയും വലിയ രീതിയിലുള്ള വിലക്കയറ്റം ഉണ്ടാവുകയും എല്ലാം തന്നെ ഇതുകൊണ്ട് സാധിക്കുന്നതാണ്. അതുകൊണ്ടാണ് ഒരു ഫർദർ എസ്കലേഷനിലേക്ക് പോകാതിരിക്കുകയും, പ്രത്യേകിച്ച് ഇറാൻ്റെ എണ്ണപ്പാടങ്ങൾ ആക്രമണ വിധേയമാവുന്നു. ഇറാനിൽ നിന്നും ഒരു രീതിയിലുള്ള എണ്ണ കച്ചവടവും യുദ്ധസമയത്ത് നടക്കില്ല എന്നറിയാമല്ലോ. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ എണ്ണ സംഭരണശാല ഹൈഫയിലുള്ള, ടെലവീവിന് വടക്കുള്ള സ്ഥലമാണല്ലോ ഹൈഫ, തുറമുഖ നഗരം കൂടിയാണ്. അവിടുത്തെ എണ്ണ സംഭരണശാലയിൽ ആക്രമണം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഈ രാജ്യവുമായി ബന്ധപ്പെട്ട ഇറാൻ്റെയും ഇസ്രായേലിൻ്റെയും സാമ്പത്തിക താല്പര്യങ്ങൾ ഇൻവോൾവ് ആകുന്ന മേഖലകളിലേക്ക്, പ്രത്യേകിച്ച് എണ്ണ പ്രകൃതിവാതക പാടങ്ങളിലേക്കും അതുപോലെ സംഭരണ കേന്ദ്രങ്ങളിലേക്കും ആക്രമണം വ്യാപിച്ചു കഴിഞ്ഞാൽ എണ്ണ ദൗർലഭ്യം, ഭീതിതമായ രീതിയിൽ ലോകത്തെ ഹൈഡ്രോകാർബൺ ദാരിദ്ര്യമുണ്ടാകും. അത് വലിയ രീതിയിലുള്ള കലാമിറ്റീസിലാണ് കാഴ്ചവെക്കുന്നത്. ഒരുപക്ഷെ അമേരിക്കയ്ക്കും റഷ്യയ്ക്കുമെല്ലാം ആ സംഘർഷ മേഖലയിൽ നിന്നും വളരെ മാറി നിൽക്കുന്ന രാജ്യങ്ങൾക്ക് വലിയ രീതിയിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സാധിക്കും. പക്ഷേ പ്രമുഖ ഉത്പാദക രാജ്യങ്ങളായ സൗദി അറേബ്യയ്ക്കും UAEക്കും കുവൈറ്റിനും ഒന്നും തന്നെ കാര്യമായ എണ്ണ ഉത്പാദനവും വിതരണവും സുഗമമായി നടത്താനാവാത്ത ഒരു അന്തരീക്ഷത്തിലേക്ക് വരും. അതുകൊണ്ട് ദീർഘമായി തുടരുന്ന യുദ്ധം അങ്ങനെ തുടരുകയാണെങ്കിൽ ഇത് ഇസ്രായേൽ ഹമാസ് സംഘർഷം പോലെ ലഘുവായി കാണാനാവാത്ത ഒരന്തരീക്ഷത്തിൽ ലോക വിപണികളെ വളരെ വളരെ ദോഷകരമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പെട്ടെന്ന് തന്നെ സമാധാനത്തിലേക്ക് പോകണം, സമാധാന ചർച്ചകൾ ആരംഭിക്കണം എന്നാഗ്രഹിക്കുന്നതും ശക്തമായി ആവശ്യപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാണ്.